സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ മഴമുകിൽ പക്ഷി തുടരുന്നു. ജെനി റിസീവർ വെച്ചു. അവൾ വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ബോബി ഒരു പ്ലാസ്റ്റിക് കിറ്റ് തൂക്കിപ്പിടിച്ച് കയറി വരുന്നുണ്ടായിരുന്നു. അയാളത് അവൾക്ക് നീട്ടി. എന്നതാ ഇത്? കുറച്ച് ബീഫാ, ആലപ്പുഴ സ്റ്റൈലിൽ. നീ ഇത് ഉലർത്തിയെടുക്കണം, നല്ല ടേസ്റ്റാ. അയാളുടെ ആ പ്രശംസ അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഇതെവിടുന്ന് കിട്ടി? മേടിച്ചതല്ല, ഒരാൾ തന്നതാ. കാളക്കുട്ടിയെ വെട്ടിയതിൻ്റെ ഒരു പങ്ക്. കൂടുതൽ ചോദ്യം ചെയ്യാതെ അവൾ അത് കൊണ്ടുചെന്ന് കിച്ചൺ ടേബിളിൽ വെച്ചു. ഉച്ച കഴിഞ്ഞ് പണിക്കുള്ള വകുപ്പായി. ചോറ് വിളമ്പട്ടെ? ബോബി വസ്ത്രം മാറുന്നതിനിടയിൽ അവൾ ചെന്ന് ചോദിച്ചു. എല്ലാവരും കഴിച്ചോ? അയാൾ തിരക്കി. ഇല്ല, ക്രിസ്റ്റിയും ജാസ്മിനും കൂടെ തോട്ടം കാണാൻ പോയിട്ട് ഇതുവരെ വന്നില്ല. എന്നാൽ അവരും കൂടെ വരട്ടെ, ഒന്നിച്ചിരിക്കാം. ബോബി മുൻവശത്തെ വരാന്തയിലേക്ക് പോയി. പിന്നാലെ അവളും ചെന്നു. അപ്പോഴാണ് റോഡിൽ നിന്ന് കയറി വരുന്ന ക്രിസ്റ്റിയെയും ജാസ്മിനെയും അവർ കണ്ടത്. നോക്കിയേ ജെനി, രണ്ടുപേരും നല്ല ജോഡിയല്ലയോ? ജെനി അയാളെ ഒന്ന് നോക്കി. താൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ആ നോട്ടം കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി. ബോബി പിന്നെ അതേക്കുറിച്ച് ഒന്നും മിണ്ടിയില്ല. നമ്മുടെ തോട്ടമൊക്കെ കണ്ടോ ജാസ്മിൻ? അയാൾ ചോദിച്ചു. സ്ട്രോബെറി മാത്രമേ കണ്ടുള്ളൂ ബോബി ചായ. കൊള്ളാം, കണ്ടിട്ട് കൊതി വന്നു. നല്ല സ്ഥലം, സുഖകരമായ കാലാവസ്ഥ. ഇവിടുന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോഴാ സങ്കടം, അവൾ പറഞ്ഞു. എന്നാ പിന്നെ നീ ഇവിടുന്ന് പോകണ്ടാടി ജാസ്മിനെ. നിനക്ക് പറ്റിയ ഒരു പയ്യനെ കണ്ടുപിടിച്ചോ. 10 ഏക്കർ തോട്ടം ഞാൻ മേടിച്ചു തരാം. കൃഷി ചെയ്ത് ഇവിടെ അങ്ങ് കൂടിക്കോ. ജാസ്മിൻ മുഖം തിരിച്ച് ക്രിസ്റ്റിയെ ഒന്ന് നോക്കി. അവൻ്റെ ചുണ്ടുകളിൽ ഒരു വിളറിയ ചിരി തെളിഞ്ഞു. അവൾ ഇത്രയും പഠിക്കാൻ പോയത് ഈ ഓണം കേറാൻ മൂലയിൽ വന്ന് ഉരുളക്കിഴങ്ങ് നടാനാണോ ഇച്ചായ? പപ്പയും മമ്മിയും അറിയണ്ട ഇതൊന്നും. എല്ലാവരും വാ, ചോറ് വിളമ്പാം. ജെനിയുടെ പിന്നാലെ അവർ ഊണുമുറിയിലേക്ക് ചെന്നു. ഊണ് കഴിക്കുന്നതിനിടയിൽ ബോബിയും ജെനിയും ഒരുപാട് സംസാരിച്ചെങ്കിലും ക്രിസ്റ്റിയും ജാസ്മിനും പൊതുവെ നിശബ്ദരായിരുന്നു. ഊണ് കഴിഞ്ഞ് ബോബി അവൻ്റെ മുറിയിൽ ചെന്ന് ഉറങ്ങാൻ കിടന്നു. ജെനിയെ സഹായിച്ചുകൊണ്ട് ജാസ്മിൻ അടുക്കളയിൽ നിന്നു. മമ്മി വിളിച്ച കാര്യം ജാസ്മിനോട് ജെനി പറഞ്ഞില്ല. മമ്മി പറഞ്ഞു തന്നെ അവൾ അറിയട്ടെ. അന്ന് രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ് ജാസ്മിൻ മുറിയിൽ വന്ന് വാതിലടച്ചു കഴിഞ്ഞപ്പോഴാണ് ട്രീസയുടെ വിളി വന്നത്. ഹായ് ട്രീസ, നീ എവിടെയാടി? ഞാൻ മിനിഞ്ഞാന്ന് വീട്ടിൽ വന്നടി. 2 ദിവസം മുഴുവൻ കിടന്നുറങ്ങി. നാളെ മുതൽ സർവേക്ക് പോകാമെന്ന് വിചാരിക്കുക. നിന്റെ വർക്ക് തുടങ്ങിയോ? ട്രീസ ചോദിച്ചു. എൻ്റെ സർവേ തുടങ്ങിയില്ല, പക്ഷേ വർക്ക് ഇന്ന് തുടങ്ങി. ഞാൻ വല്ലാത്തൊരു കൺഫ്യൂഷനിലാടി ഇപ്പോൾ. അതേക്കുറിച്ചൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ പറയാം. സഞ്ജയ് നിന്നെ വിളിക്കാറുണ്ടോ? 4-5 തവണ അവൻ വിളിച്ചു. ഞാൻ കോൾ എടുത്തതേയില്ല. എനിക്ക് താല്പര്യമില്ലെന്ന് തോന്നിയിട്ടായിരിക്കും പിന്നെ വിളിച്ചില്ല. എന്നെ പലതവണ വിളിച്ചു. ഞാൻ സംസാരിക്കാതിരുന്നില്ല. നീ എവിടെയാണെന്ന് അവൻ ചോദിച്ചു. വീട്ടിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. അവർ അല്പനേരം സംസാരിച്ചു. ക്രിസ്റ്റിയെക്കുറിച്ച് ട്രീസിയോട് പറഞ്ഞാലോ എന്ന് ജാസ്മിൻ ചിന്തിക്കാതിരുന്നില്ല. പക്ഷേ അവൾ പറഞ്ഞില്ല. സമയമായിട്ടില്ല. ക്രിസ്റ്റി ഏത് ഹോട്ടലിലാണ് ചേച്ചി വർക്ക് ചെയ്യുന്നേ? അവനെക്കുറിച്ച് കൂടുതൽ അറിയാനായി പിറ്റേന്ന് രാവിലെ ജാസ്മിൻ ചോദിച്ചു. ഹെവൻ വാലി ഹോട്ടൽ എന്നാ അതിൻ്റെ പേര്. ടോപ്പ് സ്റ്റേഷനിലാണ്. അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. നീ തിരിച്ചു പോകുന്നതിന് മുമ്പ് നമുക്കൊരു ദിവസം അവിടെ പോകാം. ബോബി ചായനോട് പറഞ്ഞാൽ മതി. ബോബി ചായൻ്റെ ഫ്രണ്ടാണോ അതിൻ്റെ ഓണർ? അതെ, ആൻ്റപ്പൻ. ശരിക്കും പറഞ്ഞാൽ ആൻ്റപ്പൻ്റെ വൈഫ് സലോമിയുടെ കാശ് കൊണ്ടാണ് ആ ഹോട്ടൽ മേടിച്ചേ. അവർക്ക് മക്കളില്ല. അതിൻ്റെ വിഷമമാണ് രണ്ടുപേർക്കും. ഒത്തിരി പ്രായമുണ്ടോ രണ്ടുപേർക്കും? ആൻ്റപ്പനേക്കാൾ 10-15 വയസ്സ് കുറവാ സലോമിക്ക്. അതിൻ്റെ പ്രശ്നവും കാണുമായിരിക്കും. ആർക്കറിയാം അതൊക്കെ. പിന്നത്തെ ഞായറാഴ്ച പള്ളിയിൽ പോയപ്പോൾ ജാസ്മിനെയും അവൾ ഒപ്പം കൂട്ടി. കുർബാന കഴിഞ്ഞ് പള്ളി പിരിഞ്ഞു തുടങ്ങിയപ്പോൾ ആരോ പിന്നിൽ നിന്ന് വിളിക്കുന്നത് കേട്ട് ജെനി തിരിഞ്ഞു നോക്കി. സലോമിയായിരുന്നു അത്. ഇതാരാ ജെനി? ജാസ്മിനെ ഉദ്ദേശിച്ച് അവൾ ചോദിച്ചു. ഇതെൻ്റെ അനിയത്തിയാ ജാസ്മിൻ. ഇവൾ പോണ്ടിച്ചേരിയിൽ MA പഠിക്കുക. അഭിമാനത്തോടെ ജെനി പരിചയപ്പെടുത്തി. ജാസ്മിൻ എന്ന് വന്നു? പുഞ്ചിരിയോടെ സലോമി ചോദിച്ചു. ഒരാഴ്ചയായി. ഇതാ മോളെ ഞാൻ പറഞ്ഞ സലോമി. ജെനി അവളെയും പരിചയപ്പെടുത്തി. സലോമി. എന്നിട്ട് ഇന്നലെ വീട്ടിൽ വന്നിട്ടും ജാസ്മിൻ്റെ കാര്യം ക്രിസ്റ്റി പറഞ്ഞതേയില്ലല്ലോ. സലോമിയും ജാസ്മിനും പരസ്പരം ഒന്ന് നോക്കി. അവരുടെ കണ്ണുകൾ തമ്മിൽ കൊരുത്തു വലിച്ചു. പുതിയ ഒരു എതിരാളിയെ കണ്ടതുപോലെയാണ് ജാസ്മിനെ സലോമി നോക്കിയത്. തന്നേക്കാൾ ചെറുപ്പം,
തന്നേക്കാൾ സുന്ദരി, തന്നേക്കാൾ പഠിപ്പുള്ളവൾ. എന്താ ഇപ്പോൾ കോളേജിന് അവധിയാണോ? ഉള്ളിലുള്ള നീരസം മറച്ചുവെച്ച് സലോമി പുഞ്ചിരിച്ചു. കുറച്ച് ദിവസം അവധിയാണ്, ജാസ്മിൻ പറഞ്ഞു. സലോമിയിൽ നിന്ന് ജാസ്മിനും കണ്ണുകൾ എടുത്തിട്ടില്ല. 28 30 വയസ്സ് തോന്നും. കണ്ണുകൾക്ക് ഒരു തരം കാന്തശക്തിയുണ്ട്. ആണുങ്ങളെ ആകർഷിക്കാൻ അത് മതി. പിന്നെ അസൂയപ്പെടുത്തുന്ന ശരീരമടുവും. എന്നാ തിരിച്ചു പോകുന്നേ? ഉടനെ സ്ഥലം വിടുമോ എന്നറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് സലോമി അത് ചോദിച്ചതെന്ന് ജാസ്മിന് മനസ്സിലായി. തീരുമാനിച്ചിട്ടില്ല, അവൾ പറഞ്ഞു. ഞങ്ങൾ ആലപ്പുഴക്കാരല്ലയോ? അവിടെ കടലും തോടുകളും മാത്രമേ ഉള്ളൂ. ഇവിടെ ആണെങ്കിൽ മലകളും മഞ്ഞും തണുപ്പും. അവൾക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ജെനി അവളെ ന്യായീകരിച്ചു. കാറിലിരുന്നു കൊണ്ട് ആൻ്റണി അപ്പോൾ ഹോൺ മുഴക്കി. ആൻ്റപ്പൻ വിളിക്കുന്നു, ചെല്ലട്ടെ? പോകുന്നതിന് മുമ്പ് ഒരു ദിവസം വീട്ടിലേക്ക് വരണേ ജാസ്മിൻ. സലോമി ക്ഷണിച്ചു. തന്നെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയാണെന്ന് ജാസ്മിന് തോന്നി. വരാം, അവൾ തല കുലുക്കി. സലോമി കാറിനടുത്തേക്ക് നടന്നു. അപ്പോഴാണ് കാറിൻ്റെ അടുത്ത് നിന്നിരുന്ന മധ്യവയസ്കനെ ജാസ്മിൻ കണ്ടത്. ആ കുടവയറനാണോ ആ സ്ത്രീയുടെ ഹസ്ബൻഡ്? അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. പോടി, അങ്ങനൊന്നും പറയാതെ, ആരും കേൾക്കണ്ട, ജെനി ശാസിച്ചു. പള്ളി പിരിഞ്ഞ് സംസാരിച്ചുകൊണ്ട് പലരും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിൽ നല്ല പ്രായവ്യത്യാസമുണ്ടല്ലോ ചേച്ചി. ജാസ്മിൻ വിട്ടില്ല. ആരോടോ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് ജീപ്പിനടുത്ത് ബോബി നിൽക്കുന്നുണ്ടായിരുന്നു. വാ ചേച്ചി, നമുക്ക് പോകാം. അവർ ജീപ്പിനടുത്തേക്ക് നടന്നു. കുന്നിൻ ചെരുവിൽ പണിത ഒരു ചെറിയ പള്ളിയായിരുന്നു അത്. ഓടുമേഞ്ഞ അതിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുക അസാധ്യം. എങ്കിലും അതിൻ്റെ പഴമ ജാസ്മിനെ ഒരുപാട് ആകർഷിച്ചു. മുൻവശത്ത് മനോഹരമായ പൂന്തോട്ടം, പിൻവശത്ത് അത്ര വലുതല്ലാത്ത സിമിത്തേരി, അടുത്ത് തന്നെ പള്ളിമേട. ചെറുപ്പക്കാരനും ഊർജ്ജസ്വലനുമായ വികാരി ജെഫിൻ താമരക്കാട്ടിൽ. പള്ളിമുറ്റത്ത് നിന്നുകൊണ്ട് നോക്കിയാൽ മുന്നിൽ താഴ്വരയാണ്. താഴ്വരയിൽ വൃക്ഷങ്ങൾ വളർന്നുമുറ്റി നിൽക്കുന്നു. ഇത്രയും സ്വച്ഛത തരുന്ന പള്ളിയിലേക്ക് വരാൻ ക്രിസ്റ്റി എന്താണ് മടിച്ചത്? ജീപ്പിൻ്റെ ബാക്ക് സീറ്റിലിരുന്ന് ചെട്ടിശ്ശേരിയിലേക്ക് മടങ്ങുമ്പോൾ അതായിരുന്നു ജാസ്മിൻ്റെ ചിന്ത. വെള്ള നെറ്റുകൊണ്ട് ശിരസ് മറച്ച് വേദപുസ്തകം മാറോട് ചേർത്ത് പിടിച്ച് അവൾ പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നു. അവർ വീട്ടിൽ ചെന്നപ്പോൾ ചൂട് കട്ടൻ ചായ മുത്തി പത്രത്തിൽ ഞായറാഴ്ച പതിപ്പ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ക്രിസ്റ്റി. അവൻ തലയുയർത്തി അവരെ നോക്കി പുഞ്ചിരിച്ചു. ബോബിയും ജെനിയും അകത്തേക്ക് കയറിപ്പോയി. ജാസ്മിൻ ചെന്ന് ക്രിസ്റ്റിയുടെ അടുത്തിരുന്നു. പള്ളിയിൽ പോകാതിരിക്കുന്നത് അത്ര നല്ല ശീലമല്ല, അവൾ പറഞ്ഞു. എനിക്കറിയാം, എന്നിട്ടാണ് രാവിലെ ഞാൻ വിളിച്ചതല്ലേ. പള്ളിയിലേക്ക് പോകാതിരിക്കാൻ എനിക്ക് എൻ്റേതായ കാരണങ്ങളുണ്ട്, അവൻ പറഞ്ഞു. അതെന്താണ്? ഞാൻ അറിയുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ പറഞ്ഞാലും. നേരിയ പരിഹാസമുണ്ടായിരുന്നു അവളുടെ സ്വരത്തിൽ. എൻ്റെ ജീവിത പശ്ചാത്തലത്തെക്കുറിച്ച് ഈ ഇടവകയിലുള്ളവർക്ക് മിക്കവർക്കും അറിയാം. അതുകൊണ്ടെന്താ? ആദ്യകാലത്ത് 1-2 വട്ടം ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്. ആളുകൾ ഏതോ വിചിത്ര ജീവിയെ നോക്കുന്നത് പോലെയാ എന്നെ നോക്കിയത്. പേടിയോ വെറുപ്പോ ഒക്കെ. അതിനുശേഷമാണ് ഞാൻ ആ പരിപാടി നിർത്തിയേ. അവരതൊക്കെ എങ്ങനെ അറിഞ്ഞു? സ്ട്രോബെറി ക്ലബ്ബിൽ വെച്ച് ബോബി ചായനും ആൻ്റപ്പൻ ചേട്ടനും തമ്മിൽ ഒരു കശപിശയുണ്ടായി. അന്ന് എന്നെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ആൻ്റപ്പൻ ചേട്ടൻ വിളിച്ചു കൂവി. ബോബി ചായനെ അടിച്ചിരുത്താൻ. അതോടെയാണ് എല്ലാം പാട്ടായത്. എല്ലാവർക്കും ഞാൻ ബലാത്സംഗ വീരനും കൊലപാതകിയുമാണ്. ജാസ്മിൻ സഹതാപത്തോടെ അവനെ നോക്കി. ക്രിസ്റ്റി ഇങ്ങനെ പുറന്തോടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. പുറത്തു പോകണം, ആളുകളുമായി ഇടപെടണം. എങ്കിലേ മറ്റുള്ളവരുടെ മനസ്സിൽ നിന്ന് ക്രിസ്റ്റിയെക്കുറിച്ചുള്ള ധാരണകൾ മാറ്റാൻ കഴിയൂ. അടുത്ത സൺഡേ പള്ളിയിൽ വരണം, അവൾ പറഞ്ഞു. അവൻ പുഞ്ചിരിച്ചു. ഇന്ന് ഫാദർ ജെഫിൻ താമരക്കാട്ടിലിൻ്റെ അനുഗ്രഹ പ്രഭാഷണമുണ്ടായിരുന്നു. ക്രിസ്റ്റി അത് മിസ് ചെയ്തു. ജീവിതത്തെ എങ്ങനെ പോസിറ്റീവായി കാണണം എന്നതായിരുന്നു വിഷയം. ജീവിതത്തെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെയാണ് സമീപിക്കുന്നത്. അല്ലെങ്കിൽ ജയിലിൽ നിന്നിറങ്ങി വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പോയേനെ. ആളുകൾ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ജാസ്മിൻ പുഞ്ചിരിച്ചു. ആൻ്റപ്പൻ ചേട്ടനെ വൈഫിനെ ഞാനിന്ന് പള്ളിയിൽ വെച്ച് കണ്ടു, പരിചയപ്പെട്ടു. സലോമി ചേച്ചി ക്രിസ്റ്റിയെക്കുറിച്ച് ഒരു പരിഭവം പറഞ്ഞു. അതെന്താണ്? അവനറിയാൻ ആകാംക്ഷയായി. ഒരാഴ്ചയായി ഞാനിവിടെ ഉണ്ടായിട്ടും അക്കാര്യം സലോമി ചേച്ചിയോട് ക്രിസ്റ്റി പറഞ്ഞില്ലെന്ന്. അവൻ ചിരിച്ചു. ഞാൻ എന്തിനു പറയണം? എന്തായാലും സലോമി ചേച്ചിക്ക് എന്നെ അത്ര ബോധിച്ച മട്ടില്ല, അവൾ പറഞ്ഞു. അതെന്താ? ഒരു സുന്ദരിക്ക് വേറൊരു സുന്ദരിയോട് അസൂയ തോന്നുമല്ലോ. സ്വയം പ്രശംസ അത്ര നല്ല സ്വഭാവമല്ല. അത് ശരി,
ഞാൻ സ്വയം പ്രശംസിച്ചതാണെന്ന്. അപ്പോൾ സലോമി ചേച്ചിയെ സുന്ദരിയല്ലയോ? അവൾ കപട ദേഷ്യം നടിച്ചു. ജാസ്മിൻ വെറുതെ ചൂടാവേണ്ട. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ബ്യൂട്ടിയായിരുന്നു ജാസ്മിൻ എന്നും എനിക്കറിയാം. കളിയാക്കല്ലേ. എന്നേക്കാൾ സൗന്ദര്യമുള്ള ഒരുപാട് പെൺപിള്ളേർ അവിടെയുണ്ട്. ഏതെങ്കിലും ആൺപിള്ളേർ ജാസ്മിൻ്റെ പിന്നാലെ കൂട്ടുകൂടാൻ വന്നിട്ടുണ്ടോ? പാതി കളിയായും പാതി കാര്യമായും അവൻ ചോദിച്ചു. ചിലരൊക്കെ ലൈൻ അടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ വീണിട്ടില്ല. ലൈൻ അടിക്കുന്നത് ഒരു ചീത്ത കാര്യമാണോ? അവൻ ചോദിച്ചു. ഒരിക്കലുമല്ല. പക്ഷേ മനസ്സിനിണങ്ങിയ ഒരാളെ കണ്ടുകിട്ടണ്ടേ? പലർക്കും ഹോബിയാണ്. എനിക്കറിയില്ലെന്നാണ് പറഞ്ഞത്. എല്ലാവരും ഇങ്ങനെയേ പറയൂ. അവൾ രൂക്ഷഭാവത്തിൽ അവനെ ഒന്ന് നോക്കി. ക്രിസ്റ്റിയോട് എനിക്ക് കള്ളം പറയേണ്ട ഒരു കാര്യവുമില്ല. ജാസ്മിൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. അവൻ വല്ലാതെയായി. എന്തിനാണ് അവളോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? അവന് മനസ്സിലായില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ ജാസ്മിൻ വീണ്ടും അവൻ്റെ അടുത്തേക്ക് വന്നു. ക്രിസ്റ്റിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി. ആ സലോമി ചേച്ചിയുമായി അധികം ചങ്ങാത്തത്തിനൊന്നും പോകണ്ട. ചിരി വന്നെങ്കിലും അവൻ അതമർത്തി. അതെന്താ? എനിക്കതിഷ്ടമല്ല. കാരണം പറ, അവൻ ആവശ്യപ്പെട്ടു. അവർ ആളത്ര ശരിയല്ല. പക്ഷെ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഇതുവരെ. സ്ത്രീകൾക്ക് സ്ത്രീകളെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റൂ. അതെനിക്കറിയില്ലായിരുന്നു. എന്നെ കളിയാക്കണ്ട. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി ഇഷ്ടം പോലെ ചെയ്തോ. ജാസ്മിൻ പിന്നെ അവിടെ നിന്നില്ല. ക്രിസ്റ്റി ഒന്ന് ഓറിച്ചിരിച്ചു. അന്ന് പിന്നെ അവൻ ഹെവൻ വാലി ഹോട്ടലിലേക്ക് പോകുന്നതുവരെ അവൾ പുറത്തേക്ക് വന്നതേയില്ല. അവൻ്റെ മനസ്സിൽ നേരത്തെ ഒരു നൊമ്പര അനുഭവപ്പെട്ടു. മുമ്പൊരിക്കലും തോന്നിയിട്ടില്ലാത്ത സുഖകരമായ ഒരു വേദന. 5 മണിയായപ്പോൾ അവൻ ബൈക്ക് എടുത്ത് ടോപ്പ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. ജനാലവിരിയുടെ മറവിൽ നിന്നുകൊണ്ട് ജാസ്മിൻ ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു. അവനൊന്ന് തിരിഞ്ഞു നോക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. പക്ഷേ അവൻ നോക്കിയതേയില്ല. അന്ന് രാത്രിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ജാസ്മിൻ അവളുടെ മുറിയിലെത്തിയപ്പോൾ മൊബൈലിൽ 7 മിസ്ഡ് കോൾ വന്ന് കിടപ്പുണ്ടായിരുന്നു. ക്രിസ്റ്റിയായിരിക്കും വിളിച്ചതെന്ന് എന്തുകൊണ്ടോ അവൾ ആശിച്ചു. പക്ഷേ നോക്കിയപ്പോൾ 7 മിസ്ഡ് കോളുകളും സഞ്ജയിൻ്റേതായിരുന്നു. അവൻ്റെ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ടായിരുന്നു. ജാസ്മിൻ, പ്ലീസ് അറ്റൻഡ് മൈ കോൾ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നെ അറിയിക്കാൻ വേണ്ടിയാണ്. അവൾ ഒന്ന് സംശയിച്ചു. യൂണിവേഴ്സിറ്റിയിലെ എന്തെങ്കിലും കാര്യം അറിയിക്കാൻ വേണ്ടിയായിരിക്കുമോ? അവൾ അപ്പോൾ തന്നെ ട്രീസയെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൻ ഇന്ന് 2-3 തവണ എന്നെ വിളിച്ചിരുന്നടി. നീ ഇപ്പോൾ എവിടുണ്ടെന്ന് അവൻ അറിയണം. ഞാൻ പറഞ്ഞു നീ വീട്ടിലുണ്ടെന്ന്. എന്താ അവൻ്റെ ഉദ്ദേശം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലടി. നിസ്സഹായതയോടെ ജാസ്മിൻ പറഞ്ഞു. അവന് ഭ്രാന്ത, അല്ലാതെന്താ? നിന്നെ കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാ. പോടി, നീ സൂക്ഷിച്ചിരുന്നോ. എങ്ങനെയെങ്കിലും അവൻ നിന്നെ കണ്ടുപിടിക്കും. നിന്റെ ആലപ്പുഴയിലെ അഡ്രസ്സൊക്കെ അവൻ ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നേ. ജാസ്മിൻ ഞെട്ടി. വീട് കണ്ടുപിടിച്ച് അവൻ ചെന്നാൽ, പപ്പയോടും മമ്മിയോടും വേണ്ടാത്തതൊക്കെ പറഞ്ഞാൽ അവരതൊക്കെ വിശ്വസിച്ചെന്നിരിക്കും. പിറ്റേന്ന് രാവിലെ അവൾ സഞ്ജയിനെ വിളിച്ചു. എന്താണ് പ്രധാന കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്? ധൃതി വയ്ക്കാതെ. നിന്റെ ഈ വിളി കാത്ത് എത്ര ദിവസം കൊണ്ട് ഞാൻ ഇരിക്കുകയാണെന്നറിയാമോ? എന്തായാലും നീ വിളിച്ചല്ലോ, സന്തോഷമായി. എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. സഞ്ജയ്, കാര്യം പറ. ഞാൻ ഇത്തിരി ബിസിയാണ്. അവൾ അക്ഷമ പ്രകടിപ്പിച്ചു. നീ ഇപ്പോൾ എവിടെയാണ്? അവൻ ചോദിച്ചു. കൊച്ചിയിലാണ്. എന്നോട് നുണ പറയില്ലേ ജാസ്. നീ ഇപ്പോൾ എവിടെയുണ്ടെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായി കഴിഞ്ഞു. നിന്റെ ചേച്ചിയുടെ വീട്ടിലാണല്ലേ? അവൾക്ക് സംശയമായി. അവൻ വെറുതെ ഊഹിച്ച് പറയുന്നതാണോ? ട്രാക്ക് കോളർ ലൊക്കേഷൻ എന്നൊരു പുതിയ മൊബൈൽ ആപ്പുണ്ട്. ഞാൻ എൻ്റെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നിന്റെ കോൾ വന്നത് എവിടെ നിന്നാണെന്ന് ഞാൻ പറയട്ടെ? അവൾ വീണ്ടും ഞെട്ടി. ഞാൻ ഒരു കാര്യം ആഗ്രഹിച്ചാൽ എങ്ങനെയായാലും അത് നേടിയെടുക്കും. സഹകരിച്ചാൽ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നിന്റെ പ്രോജക്റ്റ് ഞാൻ പൊളിച്ചെടുക്കും. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. നാളെ ഇതേ നേരത്തെ ഞാൻ വിളിക്കും. ബൈ. കോൾ കട്ടായി. ജാസ്മിൻ സ്തംഭിച്ചിരുന്നു. ഹോട്ടലിലെ തലേ ദിവസത്തെ കണക്കുകൾ ആൻ്റണി പരിശോധിച്ചു. എല്ലാം കൃത്യമായിരിക്കുന്നു. മുമ്പ് സിബി മാനേജരായിരുന്നപ്പോൾ ഇതായിരുന്നില്ല സ്ഥിതി. കള്ളക്കണക്കുകൾ ഉണ്ടാക്കാൻ അവൻ മിടുക്കനായിരുന്നു. ലാഭത്തിൻ്റെ 3/4 പങ്കും അവൻ ചോർത്തിയെടുക്കുമായിരുന്നു. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ എണ്ണി അടുക്കി റബ്ബർ ബാൻഡിട്ട് സ്ലിപ്പ് എഴുതി വച്ചിരുന്ന ക്രിസ്റ്റി. അവനൊരു സ്വത്താണ്. വിടരുത്. കൂടെ നിർത്തണം.
എന്ത് വില കൊടുത്തും. വീട്ടിലേക്ക് പോകുന്ന വഴി ക്രിസ്റ്റിക്ക് ബാങ്കിലൊന്ന് കയറാമോ? ആൻ്റണി ചോദിച്ചു. ഓ, അതിനെന്താ? അവൻ തലകുലുക്കി. വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു ബാങ്ക് മാത്രമേ ഉള്ളൂ. അത് വട്ടവട സഹകരണ ബാങ്കാണ്. വട്ടവടയിലെത്തുന്നത് വരെ റോഡിൻ്റെ ഇരുവശത്തും റിസർവ് വനമാണ്. വരുന്ന വാഹനങ്ങളല്ലാതെ കാൽനട യാത്രക്കാർ കാണുകയില്ല. നോട്ടുകൾ ഒരു കവറിലിട്ട് അയൽ ക്രിസ്റ്റിയെ ഏൽപ്പിച്ചു. സലോമിയുടെ പേരിലെ അക്കൗണ്ട് അതിലിട്ടിട്ട് പാസ്ബുക്കിൽ വരവ് വെച്ച് അവളെ ഏൽപ്പിക്കണം. എത്ര ലാഭത്തോടെയാണ് ഞാൻ ഹോട്ടൽ ബിസിനസ് നടത്തിക്കൊണ്ടു പോകുന്നതെന്ന് അവളൊന്ന് മനസ്സിലാക്കട്ടെ. ക്രിസ്റ്റി പുഞ്ചിരിച്ചു. വലിയ ശരീരമുണ്ടെങ്കിലും ആൻ്റപ്പൻ ചേട്ടൻ ഒരു ശുദ്ധനാണ്. കണ്ടാൽ പേടി തോന്നുമെങ്കിലും ഉള്ളിൽ കാലുഷ്യമില്ല. ഒരേ ഒരു ബലഹീനത മദ്യമാണ്. പാവം ആൻ്റപ്പൻ ചേട്ടൻ. പണമടങ്ങിയ കവറും പാസ്ബുക്കും ഷർട്ടിനുള്ളിൽ തിരികെ വെച്ച് അവൻ അതിൻ്റെ മീതെ ഓവർ കോട്ടും ധരിച്ചു. ഹെൽമറ്റുമണിഞ്ഞ് ക്രിസ്റ്റി അവൻ്റെ ബുള്ളറ്റിൽ വട്ടവടയ്ക്ക് പുറപ്പെട്ടു. വനമധ്യത്തിലുള്ള താരതമ്യേന വിജനമായ റോഡിലൂടെയുള്ള ആ യാത്ര എന്നും രസകരമായിരുന്നു അവന്. കാട്ടുപക്ഷികളുടെ സംഗീതം കേൾക്കാം. മരക്കൊമ്പുകളിൽ വാനരന്മാരുടെ ഊഞ്ഞാലാട്ടം കാണാം. ഉൾവനത്തിൽ നിന്ന് കാട്ടുപോത്തുകളുടെ അമറൽ കേൾക്കാം. മിന്നൽ പിണർ പോലെ ഓടിയകലുന്ന പുള്ളിമാനുകളെ കാണാം. വട്ടവടയിൽ ചെന്നപ്പോഴേക്ക് വെയിലുദിച്ചിരുന്നു. ഒട്ടും ചൂടില്ലാത്ത വെയിൽ. വിട്ടുപോകാൻ മടിച്ചു നിൽക്കുന്ന തണുപ്പ്. സഹകരണ ബാങ്കിൽ ചെന്ന് സലോമിയുടെ അക്കൗണ്ടിൽ അവൻ പണം മുഴുവൻ അടച്ച് പാസ്ബുക്കിൽ വരവ് വെച്ച് വാങ്ങി. അവൻ പിന്നെ ആൻ്റണിയുടെ വീട്ടിലേക്കാണ് പോയത്. ബൈക്ക് ചെന്ന് കരിങ്കല്ലുകൾ പാകിയ മുറ്റത്ത് സഡൻ ബ്രേക്കിട്ട് നിന്നു. ബുള്ളറ്റ് വന്ന് നിൽക്കുന്ന ശബ്ദം ബെഡ്റൂമിലിരുന്ന സലോമി കേട്ടു. മുടിയഴിച്ച് ചീകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അവൾ. നിലക്കണ്ണാടിയിൽ കണ്ട പ്രതിരൂപം അവളെ സന്തോഷിപ്പിച്ചു. ക്രിസ്റ്റി വരുമെന്ന് ആൻ്റണി വിളിച്ചു പറഞ്ഞിരുന്നു. അത് കാരണം അവനെ പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു അവൾ. എന്നുവെച്ച് ഓടിച്ചെന്ന് വാതിൽ തുറന്നുമില്ല. കോളിംഗ് ബെല്ലടിച്ച് അവൻ അല്പനേരം കാത്തു നിൽക്കട്ടെ. വീട്ടിലൊരു പെണ്ണ് വന്ന കാര്യം മനഃപൂർവ്വം മറച്ചു വെച്ച കള്ളനല്ലേ അവൻ? ധാരാളം പ്ലീറ്റ്സുകളുള്ള ഫുൾ സ്കേർട്ടും പിടിച്ചു കിടക്കുന്ന ടീഷർട്ടുമാണ് സലോമി ധരിച്ചിരുന്നത്. ആ വേഷം അവളെ കൂടുതൽ ചെറുപ്പമാക്കിയിരുന്നു. ചുമലൊപ്പം അലസമട്ടിൽ വീണ് കിടന്നിരുന്ന മുടി അവളുടെ മുഖത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകിയിരുന്നു. കുപ്പി തുറന്ന് ചെവികളുടെ പിന്നിലും കഴുത്തിലും സുഗന്ധലേപനം പുരട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് കോളിംഗ് ബെൽ മുഴങ്ങിയത്. നിലക്കണ്ണാടിയിൽ നോക്കി അവൾ ഒന്ന് പുഞ്ചിരിച്ചു. ചുണ്ടുകൾക്ക് ചായം പുരട്ടാതെ തന്നെ ചുവപ്പ് നിറം കിട്ടിയിട്ടുണ്ട്. എങ്കിലും കീഴ്ചുണ്ട് വായ്ക്കുള്ളിലാക്കി അവൾ മൃദുവായി ഒന്ന് കടിച്ചു. ചുവപ്പ് അല്പം കൂടിക്കോട്ടെ. ആവശ്യത്തിലേറെ സമയമെടുത്താണ് സലോമി ചെന്ന് മുൻവാതിൽ തുറന്നത്. ക്രിസ്റ്റി വരാന്തയിൽ കാത്തു നിൽക്കുന്നു. അവൾ അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. വാ, അവൾ ക്ഷണിച്ചു. ക്രിസ്റ്റി അകത്തേക്ക് കയറി. ഇത് ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. അവൻ കോട്ടിനുള്ളിൽ നിന്ന് പാസ്ബുക്ക് എടുത്ത് അവൾക്ക് നീട്ടി. ഇത് തരാൻ വേണ്ടി മാത്രമാണോ ക്രിസ്റ്റി പാടുപെട്ട് ഇവിടെ വരെ വന്നത്? പരിഭവസ്വരത്തിൽ അവൾ ചോദിച്ചു. അല്ല പിന്നെ, എൻ്റെ ബോസാണല്ലോ സലോമി ചേച്ചി. ബോസും സ്റ്റാഫും തമ്മിൽ ഇടയ്ക്കിടെ ആശയവിനിമയം നടത്തേണ്ടത് അത്യാവശ്യമാണെന്നാണ് മാനേജ്മെൻറ്റ് വിദഗ്ധർ പറയുന്നത്. സലോമി അവനെ തുറച്ചു നോക്കി. ക്രിസ്റ്റി എന്നെ കളിയാക്കുവാണോ? അയ്യോ അല്ല, ഞാൻ നിൻ്റെ ബോസ് മാത്രമാണോ? ബോസും കൂടിയാണ്, അത്രയും ഞാൻ അർത്ഥമാക്കിയുള്ളൂ. അവൻ അപ്പോഴും നിൽക്കുകയായിരുന്നു. ഇരിക്കുന്നില്ലേ? അവൾ ചോദിച്ചു. ഇല്ല ചേച്ചി, പോകാൻ തിരക്കുണ്ട്. എനിക്കറിയാം പോകാൻ എന്താ ധൃതിയെന്ന്. ആ പെണ്ണവിടെ ഉണ്ടല്ലോ. ഏത് പെണ്ണ്? ഓ, ജാസ്മിൻ്റെ കാര്യമാണോ? ജെനി ചേച്ചിയെ കാണാൻ അനിയത്തി വന്ന എനിക്കതിലെന്ത് കാര്യം? അവൾ വന്നിട്ട് ഒരാഴ്ചയായില്ലേ? അക്കാര്യം നീ എന്നോട് പറഞ്ഞതേയില്ലല്ലോ. ഇന്നലെ പള്ളിയിൽ വെച്ച് കണ്ടപ്പോഴാ ജാസ്മിൻ എന്നോട് പറഞ്ഞു ആൻ്റപ്പൻ ചേട്ടൻ്റെ വൈഫ് ഒരു സുന്ദരിയാണല്ലോ എന്ന്. സലോമി വിശ്വസിക്കാനാവാതെ അവനെ നോക്കി. അവൾ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, ചേച്ചിയെ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഒരു ദിവസം ഇങ്ങോട്ട് വരാനിരിക്കുമോ അവൾ. സലോമിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറട്ടെ എന്ന് വിചാരിച്ചാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതിന് ഫലമുണ്ടാവുകയും ചെയ്തു. ജെനിയെപ്പോലല്ല, അനിയത്തി ഒരു പാവമാണ്. അല്പനേരം സംസാരിച്ചതേ ഉള്ളൂ ഞങ്ങൾ. അപ്പോൾ തന്നെ എനിക്ക് അക്കാര്യം മനസ്സിലായി, സലോമി പറഞ്ഞു. ക്രിസ്റ്റി ഉള്ളിൽ ചിരിച്ചു. ഞാനിന്ന് ഇങ്ങോട്ട് വന്ന കാര്യം ജാസ്മിനോട് പറയണ്ട കേട്ടോ. അവൻ അടുത്ത നമ്പർ ഇട്ടു. എൻ്റെ കൂടെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിരിക്കുക അവൾ. ഞാൻ വന്നെന്നറിഞ്ഞ് അവളെ കൊണ്ടുവരാഞ്ഞതിന് വഴക്കുണ്ടാക്കും. ഞാൻ പറയത്തില്ല. അല്ലെങ്കിൽ തന്നെ ക്രിസ്റ്റിയുടെ ബുള്ളറ്റിൻ്റെ പിന്നിലിരുന്ന് അവൾ വരുന്നത് എനിക്കിഷ്ടമല്ല. ബോബിയോടോ ജെനിയോടോ പറ അവളെ ഒന്ന് കൊണ്ടുവരാൻ. അല്ലെങ്കിൽ ഞാൻ തന്നെ വരാം, അതാ നല്ലത്, അവൻ പറഞ്ഞു. ക്രിസ്റ്റി ഇവിടെ ഇരിക്കെ.
കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കാപ്പി വേണോ അതോ വൈൻ വേണോ? വൈൻ വേണ്ട. അതെന്താ? സലോമി ചേച്ചിയുടെ വൈനിന് ലഹരി കൂടുതലാണ്. അത് കേട്ട് അവൾ പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അവളുടെ മാരടങ്ങൾ ആവശ്യത്തിലേറെ കുലുങ്ങി. എങ്കിൽ തൽക്കാലം കാപ്പി തരാം. അവൾ കിച്ചണിലേക്ക് പോയി. ക്രിസ്റ്റിയും ഒപ്പം ചെന്നു. ഞാനൊരു കാര്യം മറന്നു ചേച്ചി. അവൾ തല തിരിച്ച് അവനെ നോക്കി. ഉരുളക്കിഴങ്ങ് പാടത്തിൻ്റെ നിലമൊരുക്കാൻ ഇന്ന് പണിക്കാരെ നിർത്തിയിട്ടുണ്ട്. കഴിയുന്നത്ര നേരത്തെ ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞതാ. അവർ വെയിറ്റ് ചെയ്യും. സലോമിയുടെ മുഖം വാടി. ബോബി പോകത്തില്ലയോ? ബോബി ചായന് കൃഷിയിലൊന്നും ഒരു താല്പര്യവുമില്ല. അതുകൊണ്ടല്ലേ ഇതുവരെ നഷ്ടം മാത്രം ഉണ്ടായേ. ഇനി അങ്ങനെ ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കത്തില്ല. എന്തായാലും സലോമി ചേച്ചിയുടെ കാപ്പി കുടിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അവൾക്ക് സന്തോഷമായി. ചൂട് കാപ്പി കഴിയുന്നത്ര വേഗം കുടിച്ചു തീർത്തിട്ട് അവൻ ഗ്ലാസ് വെച്ചു കൊടുത്തു. ഇനിയൊരു സത്യം പറയട്ടെ? ക്രിസ്റ്റി ചോദിച്ചു. എന്താണ്? സലോമിക്ക് ആകാംക്ഷയായി. ഈ വേഷത്തിൽ സലോമി ചേച്ചി കൂടുതൽ സുന്ദരിയായിട്ടുണ്ട്. പോട കള്ള. അവൾ അവനെ ഒന്ന് ചേർത്ത് പിടിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് അകന്നു മാറി. വെളിയിലേക്കെങ്ങും ഇറങ്ങി നിൽക്കണ്ട, ആരെങ്കിലും കണ്ണുവെക്കും, അവൻ പറഞ്ഞു. നീ കണ്ണുവെച്ചു കഴിഞ്ഞല്ലോ, ഇനി ആര് കണ്ടാലെന്താ? അവളുടെ കടക്കണ്ണിൽ നിന്ന് രക്ഷപ്പെട്ട് ക്രിസ്റ്റി ചെന്ന് ബുള്ളറ്റിൽ കയറി. പാവം സലോമി ചേച്ചി. അന്ന് സന്ധ്യയായപ്പോൾ ഹെവൻ വാലി ഹോട്ടലിന് മുമ്പിൽ ഒരു കാർ വന്നു നിന്നു. കാറിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ബാഗുമായി ഇറങ്ങി. അയാൾ തനിച്ചായിരുന്നു. ക്രിസ്റ്റിയായിരുന്നു അപ്പോൾ ഡ്യൂട്ടിയിൽ. ഞാനൊരു റൂം ബുക്ക് ചെയ്തിരുന്നു, ചെറുപ്പക്കാരൻ പറഞ്ഞു. സാറിൻ്റെ പേര്? സഞ്ജയ്. ക്രിസ്റ്റി കമ്പ്യൂട്ടറിൽ അന്നത്തെ ബുക്കിംഗ് പരിശോധിച്ചു. സഞ്ജയ് മാത്യു, കോഴഞ്ചേരി. യെസ്. ഗസ്റ്റ് രജിസ്ട്രേഷനുള്ള കാർഡ് എടുത്ത് ക്രിസ്റ്റി അയാൾക്ക് കൊടുത്തു. അയാളത് പൂരിപ്പിച്ച് ഒപ്പിട്ട് തിരിച്ചു നൽകി. സാർ എത്ര ദിവസം സ്റ്റേ ഉണ്ടാകും? ഞാൻ ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാണ്. അതിൽ വിജയിക്കുന്നത് വരെ ഇവിടെ ഉണ്ടാവും. എത്ര ദിവസമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇതൊരു സാധാരണ ഗസ്റ്റ് അല്ലെന്ന് ക്രിസ്റ്റിക്ക് തോന്നി. രണ്ടാമത്തെ നിലയിലെ 210 നമ്പർ മുറി അവൻ അയാൾക്ക് കൊടുത്തു. വരട്ടെ, അയാളുടെ ഉദ്ദേശം എന്താണെന്ന് സാവധാനം കണ്ടുപിടിക്കാം. റൂം പോയി സഹീറിനൊപ്പം സഞ്ജയ് 210 നമ്പർ മുറിയിലേക്ക് പോയി. അടുത്ത ഭാഗം നാളെ.